കളി കാണിക്കണേ. മമ്മൂട്ടി എന്ന അധികായൻ ഇന്ത്യൻ സിനിമയുടെ അഭിനയങ്ങളുടെ അതുകൊണ്ട് ഇപ്പൊ എന്താ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നടനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തി കഴിയില്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു പുതിയ അണ്ണൻ വന്നിട്ടുള്ള അമേസിംഗ് അണ്ണൻ. ഓ മൈ ഗോഡ്. ആറാട്ടന് ഫീൽഡ് ഔട്ട് ആക്കിയാ പറയണം. മമ്മൂട്ടി എന്ന അധികായൻ ഇന്ത്യൻ സിനിമയുടെ അഭിനയങ്ങളുടെ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോ അല്ലേ? വല്ല ഉത്സവ പറമ്പിലും ബാലെ കാണാൻ ആയിരിക്കും. നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടവില്ലല്ലോ. ഈ നടനെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തി കഴിയില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. മമ്മൂട്ടി ഒരു കഥാപാത്രത്തിൽ നിന്ന് വേറൊരു കഥാപാത്രത്തിൽ പോകുമ്പോൾ ആ കഥാപാത്രത്തെ ആവാഹിച്ച് അത്ഭുതപ്പെടുത്തുകയാണ്. ആരാണെന്നറിയോ? എന്റെ ശിഷ്യനാ. മാഷല്ലപ്പുറം അമേസിംഗ് എന്റെ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. പക്കാ പ്ലാൻഡ് ആണല്ലോ. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. നിന്റെ ബാധ ഒഴിപ്പിക്കല് നിന്നെ വിട്ടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ. ഒരു വൈറലാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നത്. ഈ വേഷം കെട്ടി കണ്ടിട്ട് ഇയാൾ ഇച്ചിരി ഓവറാണോ എന്നൊരു സംശയം. മജീഷ്യൻ സാമ്രാട്ടിനെ പോലെ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ഇല്ലെങ്കിൽ സോപ്പ്. ഒരു വൈറലാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. എത്ര അണ്ണന്മാരാണ്? ആറാട്ട് അണ്ണൻ, ജയിലർ അണ്ണൻ, പ്രസംഗ അണ്ണൻ, എല്ലാ അണ്ണന്മാരാണ്. എത്ര അണ്ണന്മാരാണ്? ആറാട്ട് അണ്ണൻ, ജയിലർ അണ്ണൻ, പ്രസംഗ അണ്ണൻ, എല്ലാ അണ്ണന്മാരാണ്.